ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഈ യുദ്ധം തീരില്ലേ? അതിപ്പോ നമ്മുടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. ഈവൻ നമ്മുടെ ചാനലിന്റെ ആശങ്കയാണ് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതിലൊരു സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും സമൂലമായിട്ട് ഇത് ബാധിക്കും എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദാണ്ടെ നമ്മുടെ തിരുവനന്തപുരത്ത് കടകളെല്ലാം അടച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ കടകളും അടച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാവിലെ ഞാൻ ചായ കുടിക്കാൻ പോയ ചായക്കട ഇന്നില്ല. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആ ചായക്കട പൂട്ടി. ഞാൻ ഇന്നലെ പോയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഗ്യാസ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയില്ല. ഇപ്പോ ഹോട്ടൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഗ്യാസ് ഒക്കെ ചരിച്ചിട്ടാണ് ആൾക്കാർ ഉള്ള ഗ്യാസ് വെച്ച് അവസാനത്തെ ആം, പുകയും കാണുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധം തീരില്ല എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഈ യുദ്ധം അതിഭീകരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ഹെഡ് ആയിട്ടുള്ള ലാരി ജാനെ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനും മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ നടുങ്ങി. ഇറാൻ നടുങ്ങുക മാത്രമല്ല, ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ മധ്യ ഇസ്രായേൽ കണ്ടത് ഇറാന്റെ അതിഭീകരമായിട്ടുള്ള ഒരു വിശ്വരൂപമായിരുന്നു. ഇസ്രായേലിലേക്ക് ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ വിന്യസിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് മധ്യ ഇസ്രായേലിലാണ് ഇട്ടിരിക്കുന്നത് ഈ ക്ലസ്റ്റർ ബോംബുകൾ. അതിൽ 2 ഇസ്രായേലികൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2 ഇസ്രായേലികൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിരവധി പേർക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇറാൻ നേരിട്ട വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്, അമേരിക്ക കഴിഞ്ഞ ദിവസം നാറ്റോയോട് വരാൻ പറഞ്ഞു, നാറ്റോ വരില്ല എന്ന് പറഞ്ഞു. ജപ്പാനോട് വരാൻ പറഞ്ഞു, ജപ്പാൻ വരില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നാവികസേനയുമായിട്ട് വരുമോ എന്ന്. ഇന്ത്യ അപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളൊന്നും വരില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയില്ല. അതൊരു വലിയ വാർത്തയാണ്. കാരണം ഇന്ത്യ പരസ്യമായിട്ട് അമേരിക്കയോട് പറയുകയാണ്, ഞങ്ങൾ വരില്ല, ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് അമേരിക്കയോട് പറയുകയാണ്. അമേരിക്ക ഇപ്പോ പറയുകയാണ്, ഇന്ത്യൻ നേവിയെ ഞങ്ങൾ ഇപ്പോ ഇറക്കാൻ പോവുകയാണ് എന്ന് വല്ലതും പറഞ്ഞെങ്കിൽ ഇവിടെ വലിയ വാർത്തയായിരുന്നു. കാരണം ട്രംപ് ആണോ ഇന്ത്യൻ നേവി ഇറക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുത്തു. പോരാത്തതിന് ഇറാനിലേക്കുള്ള മരുന്ന് എയ്ഡ്, ഫസ്റ്റ് എയ്ഡുകൾ, ഡിസാസ്റ്റർ എയ്ഡുകൾ നമ്മളിപ്പോ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു സ്ഥലത്ത് ഇറാനിലേക്കുള്ള ഡിസാസ്റ്റർ എയ്ഡുകൾ സപ്ലൈ ചെയ്യുമ്പോൾ മറുസ്ഥലത്ത് ഇസ്രായേൽ നമ്മളുമായിട്ട് ആയുധങ്ങളുടെ ഡീൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 രാജ്യങ്ങളെയും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് പോലും അത്ഭുതമാണ്. അപ്പോ ഇന്ത്യയും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറയുന്നത്, നിങ്ങൾ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞ് 5000 പൗണ്ട് ബോംബാണ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 5000 പൗണ്ട്, 2267 കിലോഗ്രാം വരും എന്നാണ് എന്റെ കണക്ക്. അപ്പോൾ അതവിടെ ഇട്ടു. ഇറാനിൽ വലിയ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പോരാത്തതിന് ട്രംപ് ഒറ്റയ്ക്ക് ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ട് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ജപ്പാനെ വിളിച്ചു ട്രംപ്. ജപ്പാൻ കാരണം അമേരിക്കയുടെ അടിമയാണ്. അതുകൊണ്ട് ജപ്പാനെ വിളിച്ചപ്പോ ഇറാൻ ഒരു മുന്നറിയിപ്പ് ജപ്പാന് കൊടുത്തു. ജപ്പാനോട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കപ്പൽ മറന്നേക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇറാന്റെ ഇപ്പോൾ സായുധ മേധാവി ഒരു മുന്നറിയിപ്പ് കൂടെ അമേരിക്കയ്ക്കും ജപ്പാനും കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതുവഴി ഏത് കപ്പൽ പോകണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ജപ്പാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു കപ്പലും ഇതുവഴി പോകില്ല. ഞങ്ങൾ തീരുമാനിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലാണ് ഇപ്പോൾ ഇതുവഴി പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയോട് പറയുകയാണ്, ഇവിടെ നമ്മൾ ഒരു വലിയ മൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് മൈൻ. അത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹോർമൂസ് കടലിടുക്ക് തന്നെ അടയ്ക്കാൻ കെൽപ്പുള്ള ഒരു മൈനാണ്. അതുകൊണ്ട് ടോർപീഡോകളുമായിട്ടൊന്നും ഇങ്ങോട്ടേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തില്ല, അത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം വലിയ രീതിയിൽ പ്രശ്നത്തിലാവുമെന്ന് പറയുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയും ഇറാനും കഴിഞ്ഞ ദിവസം ഒരേ സമയത്താണ് അടിച്ചത്. അതുകൊണ്ട് ഇസ്രായേലിന് ഹിസ്ബുള്ള ഇപ്പം ഒതുക്കുന്ന തിരക്കിലാണ്. ബെയ്റൂട്ടിൽ നിന്ന് ആൾക്കാരോട് ഏകദേശം 35,000-ഓളം ആൾക്കാർ ബെയ്റൂട്ടിലുണ്ട്. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേല്. അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്ത ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുത്തു, അവിടെ ഒരു വമ്പൻ സ്ഫോടനമാണ് അടുത്ത നിമിഷം ഉണ്ടാവുന്നത്, അതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും വലിയ പ്രശ്നങ്ങളാണ് ലോകത്ത് മുഴുവനായിട്ട് നടക്കുന്നത്. ഇതിനിടയിൽ മാർക്കറ്റ് ഇടിയുന്നു, സ്വർണ്ണവില ഇന്നൊരാശ്വാസമുണ്ട്, കുറച്ചൊന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും പാചകവാതകം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ലോകം മുഴുവൻ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു
കാര്യത്തിലേക്ക് ഇത് പോവുകയാണ്. ഇതൊരു സാമ്പത്തിക മാന്ദ്യമായി വന്നു കഴിഞ്ഞാൽ ആദ്യം വലിയ വലിയ കമ്പനികളെ ബാധിക്കും, പിന്നെ ആ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ ബാധിക്കും, പിന്നെ ആ കമ്പനികളെ ആശ്രയിക്കുന്ന ചെറുകിട കമ്പനികളെ ബാധിക്കും, അവിടെയുള്ള ജനങ്ങളെ ബാധിക്കും, അവിടെ നിന്ന് പതുക്കെ അവരുടെ വീടുകളിലേക്ക് ബാധിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഡെയിലി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അമേരിക്ക ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളതിന് പകരം ഞാൻ പ്രധാനമായിട്ടും ചിന്തിക്കുന്ന ഈ യുദ്ധം തീരാനായിട്ട് എന്തെങ്കിലും ഒരു വകുപ്പ് ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ ഇത് തീരാനായിട്ട്? അല്ല, ഇതിനകത്ത് ധനുഷ് ഇന്ന് ഇൻട്രോയിൽ പറഞ്ഞ രണ്ട് വലിയ കാര്യങ്ങൾ, അത് രണ്ടും വലിയ വാർത്തയാണ്. ഒരുപക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ എന്തും ഞാനത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ധനുഷിന് അറിയാലോ, എനിക്ക് വ്യക്തിപരമായി വെച്ചിട്ട് തിരക്കുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത് വലിയ വാർത്തയാണ്. കാരണം ഇറാനിലേക്ക് നമ്മൾ കപ്പൽ അയക്കുന്നില്ല, അത് പിന്നെ ഞാൻ വന്ന വാർത്ത, അത് ഏഷ്യാനെറ്റും കൊടുത്തിരുന്നു. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ പറഞ്ഞ വാർത്ത, ജീവകാരുണ്യത്തിന്റെ ഭാഗമായി മരുന്നുകളും മറ്റും ഇറാനിലേക്ക് ഇന്ത്യ കൊടുത്തു എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് റഷ്യ, 13 ടൺ മരുന്നും മറ്റുമായി മിനിഞ്ഞാന്ന് അവിടെ വിമാനം അവിടെ ലാൻഡ് ചെയ്തിരുന്നു. പിന്നെ കൊടുത്തത് ചൈനയാണ്, പിന്നെ കൊടുക്കുന്നത് ഇന്ത്യയാണ്. ഇത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. വലിയ വാർത്തയാണത്. കാരണം ഇറാനെ സഹായിക്കാൻ ഈ യുദ്ധ സമയത്ത് മരുന്ന്, ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ പോളിസി അങ്ങനെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ റഷ്യയിലേക്കും ഇത് കണക്ക് തന്നെ മരുന്നും മറ്റുള്ളതും എത്തിച്ചു. അപ്പൊ അമേരിക്ക പറഞ്ഞു ആയുധം എത്തിക്കുക. ഇതിനു മുമ്പ് അന്ന് മോദി ഒന്നും അല്ല ഭരിച്ച, ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് നമ്മൾ ഇത് കണക്ക് തന്നെ എത്തിച്ചിരുന്നു. അന്നും അമേരിക്ക പറഞ്ഞിരുന്നു ഇത് കണക്ക് നിങ്ങൾ ആയുധം എത്തിക്കുകയാണ്. അത് വലിയൊരു വാർത്തയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ യുദ്ധം തുടങ്ങുന്ന മാസങ്ങൾക്ക് മുമ്പ് ഈ ഇറാൻ അമേരിക്ക വാറിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാൻ ഒരു ചെറിയ മീനല്ല എന്നും അവരെ തൊട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാകാവുന്ന പ്രത്യാഘാതം വളരെ വലുതാകുമെന്ന്. ഇപ്പൊ ആ പ്രത്യാഘാതത്തിന് കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ കടക്കാരെങ്കിലും കുറഞ്ഞ പക്ഷേ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാകും എന്താണ് ആ പ്രത്യാഘാതം, ഏത് രൂപത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. കാരണം യുദ്ധം അങ്ങനെയാണ്, ഒരു മേഖലയാകെ അത് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ യുദ്ധം എന്ന് പറയുന്നത്. അത് ഏത് രാജ്യത്തായാലും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ പോലും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ നമ്മളത് സാമ്പത്തികമായി തന്നെ അഫക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണത്. കാരണം സാമ്പത്തികം വലിയ രീതിയിൽ തന്നെ വരണം. ഇപ്പോൾ തന്നെ അമേരിക്ക ഒരു ദിവസം മുടക്കുന്ന $1 ബില്യൺ ആണെന്നാണ് പറയുന്നത്, $1 ബില്യൺ ആണെന്നാണ് പറയുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഇന്ത്യ ഇങ്ങനെ ഒരു 5 കൊല്ലത്തേക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രൂപ നമ്മുടെ പോകും. കാരണം നമുക്ക് ഒരു ദിവസം കാർഗിൽ യുദ്ധ സമയത്ത് തന്നെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അന്നത്തെ കാലത്ത് ഏതാണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ് 1500 കോടി രൂപ വേണമായിരുന്നു പെർ ഡേ. അപ്പൊ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് എത്ര കോടി രൂപ നമുക്ക് വേണ്ടി വരും ഒരു ദിവസത്തെ യുദ്ധത്തിനെന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് കാണാൻ കേൾക്കാനും ഒരു സുഖമുണ്ട്. നമ്മൾ കേരളത്തിൽ ഇങ്ങനെ റൂമിൽ ഇരിക്കുന്നത് നമുക്ക് പിന്നെ സുരക്ഷാ ഭീഷണികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ സുഖം കിട്ടുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഇറാന്റെ മേധാവികൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഹോർമുസ് കടലിലേക്ക് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് പഴയ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ പറഞ്ഞു, ധനുഷനോടൊന്ന് ചോദിച്ചിരുന്നു, ഈ ഹോർമുസ് കടൽ എങ്ങനെയാണ് ഇവര് പിടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഹോർമുസ് കടൽ എങ്ങനെയാണ് ഇറാൻ നശിപ്പിക്കുക. അന്ന് ഞാൻ പറഞ്ഞു ഹോർമുസിന്റെ ഷേപ്പ് മാറും എന്ന് പറഞ്ഞു. ഷേപ്പ് മാറിയാൽ ഒരു ഷിപ്പിനും കയറാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. കാരണം ഇതൊരു കടലിടുക്കാണ്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ നാട്ടിൽ ഹാർബറുകളുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരിക, എന്റെ നാട്ടിലും ഉണ്ട് ഹാർബർ. ഈ ഹാർബറിൽ പുലിമുട്ടിടാറുണ്ട്. അവിടെ ഈ വലിയ കടലുള്ളപ്പോൾ ഈ ബോട്ടുകൾക്ക് അടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പുലിമുട്ടിട്ട് കൊടുത്തിരിക്കുന്നത്, കടൽ വെള്ളം. ചില വലിയ വലിയ തുറമുഖങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെർക്കുറി ബോളുകളാണ് ഫില്ല് ചെയ്യുന്നത്. മെർക്കുറിയുടെ വലിയ വലിയ ബലൂൺസ് ഫിറ്റ് ചെയ്യും ഈ കടലിൽ, ഈ തിരമാലകളുടെ പവർ കുറയ്ക്കാൻ. അവിടുത്തെ ഒരു ഗ്രാവിറ്റി അത് നമുക്ക് ഒരു മാറ്റം വരുത്തിയാൽ ഇത് മൊത്തം തകിടം മറിഞ്ഞു പോകും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ പുലിമുട്ട് കുറച്ച് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽ തള്ളിക്കയറും, ഈ വരുന്ന ബോട്ടുകൾക്ക് അവിടെ അടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇത് തന്നെയാണ്, ഇത് പ്രകൃതിയുടെ ഒന്നാണ്. ആ പ്രകൃതിയെ കൺട്രോൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ കപ്പൽച്ചാലാക്കി മാറ്റുന്നത്, തുറമുഖങ്ങളാക്കി മാറ്റുന്നതും ഒക്കെ. ആ പ്രകൃതിയെ ഒരു നിമിഷം തകർത്ത് കഴിഞ്ഞാൽ അതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കരം തന്നെയായിരിക്കും. അത് മാനുവലി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അത് ആ പരുവത്തിലേക്ക്. കാരണം പ്രകൃതി തന്നിരിക്കുന്ന ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ആംഗിളും അളവുകളിലെയും ചെറിയ രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള തുറമുഖങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും. എന്താണ് ഇന്ത്യയിൽ എല്ലാവരും തുറമുഖം വരാത്തത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഏതാണ്ട് പകുതി കൂടുതൽ ജില്ലകളും കടൽത്തീരത്തല്ലേ, ഓരോ തുറമുഖം അവിടെ ആയിക്കൂടെ? അപ്പൊ അതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അപ്പം ഇതിനെ മാറ്റം, അപ്പൊ ഇത് പൂർണ്ണമായി തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. ഇത് തന്നെയാണ് ഇറാൻ പറയുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ആർക്കും ഇല്ലാതെ പോകുന്നു. ലോകത്തെ ഒരു വലിയ, മനുഷ്യ പറഞ്ഞത് ശരിയാണ്, വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് ഈ ലോകം പോകുന്നത്. ഇവിടെ ജപ്പാൻ വേറൊന്നും കൂടി ഭയക്കേണ്ടിയിരിക്കുന്നു. ജപ്പാൻ വരാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഉത്തര കൊറിയ കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ പരീക്ഷിച്ചിരുന്നു. അത് ചെന്ന് വീണത് എവിടെയെന്നറിയാവോ? ജപ്പാന്റെ കടലിലാണ് വന്ന് വീണത്. ജപ്പാനാണ് ആദ്യം പറഞ്ഞത് ഈ ബാലിസ്റ്റിക് മിസൈൽ അവർ പരീക്ഷിച്ചിട്ടുണ്ടെന്ന്. അമേരിക്ക, ഉത്തര കൊറിയ ചെയ്യുന്നത് ജപ്പാനും ദക്ഷിണ കൊറിയയും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു നാവിക അഭ്യാസം നടത്തുന്നുണ്ട്. സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ ദക്ഷിണ കൊറിയയെ വെച്ചിട്ട്. ഈ 3 രാജ്യങ്ങളും ചേർന്നിട്ട് ഇവർ 3 സഖ്യകക്ഷികളാണ്.
അപ്പോഴാണ് ഉത്തര കൊറിയ ഒരു വാണിംഗ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജപ്പാനിലേക്ക് ഏത് നിമിഷവും കിം ജോങ് ഉന്നിന് ഒരു മിസൈൽ വിടാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ലോകത്തിന്റെ ഒരു സാഹചര്യം, ഇവിടെ ബോംബുകൾ ഇപ്പോൾ ഒരു മയവും ഇല്ലാതെ വാരിയിടുന്ന ഒരു അവസ്ഥയാണ്. ഇത്ര പൗണ്ട് 5000 പൗണ്ട് ബോംബ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതിമാരകമായ ആക്രമണം എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അത്രയും കിലോ സ്ഫോടക വസ്തുക്കൾ ഇടുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. ഇത് സ്വാഭാവികമായി തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ ഈ LPG അടക്കമുള്ളവയ്ക്ക് റേഷനിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. സ്വാഭാവികമായി തന്നെ മറ്റ് രീതികളിലേക്ക് മനുഷ്യന് മാറേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഹോം അപ്ലയൻസ് വിൽക്കുന്ന കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോകുന്ന സാധനം ഈ പറയുന്ന ഇലക്ട്രിക് കുക്കിംഗ് ഐറ്റംസുകളാണ് പോകുന്നത്, ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പം ആൾക്കാർ അതിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് പേര്, കാരണം അതിന് വലിയ വിലയൊന്നുമില്ല, 2000-2500 രൂപയ്ക്ക് കിട്ടും ഈ സാധനം. അപ്പോൾ അതിലേക്ക് മാറി തുടങ്ങിയിരിക്കും. ഇവിടെ വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഈ വണ്ടി ഓടുന്നതും മാത്രമല്ല നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുന്നത്, ഒരുപാട് ഐറ്റത്തിലുണ്ട്. മരുന്നുകൾക്ക് ഈ പെട്രോളിയം ജെല്ലിയും മറ്റുമൊക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്ലാസ്റ്റിക് കവറിനൊക്കെ ഈ കടക്കാർ പറയുന്നു, ഞങ്ങൾ ഈ പാഴ്സൽ പൊതിയാനുള്ള പ്ലാസ്റ്റിക് കവറിനൊക്കെ വില കൂടി. ഇപ്പൊ തന്നെ അവർ വില കൂട്ടുന്ന വെച്ചാൽ ഈ പെര കത്തുമ്പോൾ വാഴ വെട്ടും. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതിന്റെ പേരിലും കൂട്ടും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. പണ്ട് ഡീസലിന് വില കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉടനെ തന്നെ പഞ്ചാരക്ക് 5 രൂപ കൂട്ടും. എന്താ ചേട്ടാ പഞ്ചാരക്ക് 5 രൂപ കൂട്ടിയെന്ന് വെച്ചാൽ അറിഞ്ഞില്ല, ഡീസലിന് വില കൂടി. അത് ഇന്ന് രാവിലെ അല്ലേ കൂടിയത്? എന്നാലും കൂടി, അപ്പം ഇതിന് വില കൂട്ടി. ഇതാണ് നമ്മുടെ നാട്ടിലെ പെര കത്തുമ്പോൾ വാഴ വെട്ടെന്ന് പറയാനുണ്ട്. ആ രീതി കണ്ടാൽ മതി. ഈ പ്ലാസ്റ്റിക്കിന്റെ വില കൂടി, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തിനും വില കൂടും. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്, അതിൽ 12-16 ഐറ്റംസ് തന്നെ ഈ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആയിട്ട് തന്നെ രംഗത്തെത്തുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തെ ഫാക്ടറികളും ഡീസൽ നിലയങ്ങളും അനവധിയുണ്ട്. അതിൽ മൂലം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ തന്നെ അനവധിയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും സംഭവിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. കാരണം ഇതിന്റെ അടുത്തത് എന്താണ് ഓപ്ഷൻ എന്ന് പെട്ടെന്ന് നോക്കുകയും അതിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ജനതയാണ് ഇന്ത്യ. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു തരത്തിൽ ഇതിനെ സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ നമ്മളെ ഈ ഗ്യാസ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടി ആക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു വലിയ സ്വിച്ചിങ് ഇവിടെ നടക്കും. പ്രത്യേകിച്ച് വാഹനങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ സർക്കാർ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ, ഹൈബ്രിഡ്, ഹൈഡ്രജൻ, അതുപോലെ തന്നെ എഥനോൾ, CNG വാഹനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു 6 മാസത്തിനുള്ളിൽ. അത് നേരത്തെ പറഞ്ഞിരുന്നത്, ഈ യുദ്ധം വരുന്നതിന് മുമ്പ് തന്നെ ഗഡ്കരി പറഞ്ഞിരുന്നതാണ്. അത് യുദ്ധം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. 6 മാസത്തിനകം എല്ലാ കമ്പനികളും ഇനി പെട്രോൾ വണ്ടികൾ, ഡീസൽ വണ്ടികൾ നിർത്തിക്കോ, ഇനി ആരും ഇവിടെ പ്രൊഡക്ഷൻ നടത്തണ്ട, പെട്രോൾ വണ്ടികൾ ഇത്ര ശതമാനം കുറയ്ക്കണം, ഇത്ര ശതമാനം ഇറക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങൾ ഹൈബ്രിഡ് ആക്കിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇത് അധികം നീണ്ടുപോകാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. കാരണം ചിലപ്പോൾ ഒരു 3 ആഴ്ചയോ 4 ആഴ്ചയോ ക്കകം ഈ യുദ്ധം, പക്ഷെ ഈ യുദ്ധം മറ്റിടങ്ങളിലേക്ക് പടരുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. മറ്റിടങ്ങളിലേക്ക് പടർന്നാൽ ഇത് തീരാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഇവിടെ ഇന്ത്യക്ക് ചെയ്ത കാര്യം, ഇന്ത്യ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇന്ത്യ ഇറാന്റെ കപ്പൽ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ഇന്ത്യ അവിടെ ചെന്നിട്ട്, സിനിമ കണക്കാണ് ഇവിടെ ആൾക്കാർ പത്രത്തിൽ വാർത്ത എഴുതുന്നത്. അവിടെ ചെന്നപ്പോൾ ഇറാൻ പറഞ്ഞു, ഈ കപ്പല് വിട്ടു തന്നില്ലെങ്കിൽ നിങ്ങളുടെ കപ്പൽ ഇവിടുന്ന് പോകില്ല എന്നുള്ളത്. അപ്പൊ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ഇറാന്റെ കപ്പലൊന്നും പിടിച്ചിവിടെ വെച്ചിട്ടില്ല. ഒരു കപ്പൽ ഇവിടെ അഭയം ചോദിച്ചു വന്നിട്ടുണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവരെ മാന്യമായിട്ട് ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞു. ഇറാന്റെ 3 കപ്പലുകൾ പിടിച്ചു എന്നും ഒരു വാർത്ത വന്നത് അതനുസരിച്ച് ഓർമ്മയുണ്ടാകും. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇറാന്റെ 3 കപ്പലുകൾ ഇന്ത്യ പിടിച്ചെടുത്തു. അത് ഇറാന്റെ കപ്പലല്ല. അതാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, അത് ഇറാന്റെ കപ്പലല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളും അവരോട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അവര് കപ്പൽ വിടുക എന്ന് പറയുന്നത് നമ്മുടെ ഇവര് കല്യാണത്തിന് വണ്ടി വിടുന്ന രീതിയിലാണ് ഈ ആൾക്ക് മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നത്. കപ്പൽ വിടുക എന്ന് പറഞ്ഞ് ഇവരുടെ കാരണം ഈ കോൺവോയ് ആയിട്ട് നിരത്തിയിടും, എന്നിട്ട് ശരി പൊക്കോ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ 1 by 1 ആയിട്ട് കോൺവോയ് ആയിട്ട് കല്യാണത്തിന് വാഹനങ്ങൾ അങ്ങനെയാണല്ലോ പോകുന്നത്. ചെറുക്കന്റെ വണ്ടി ആദ്യം പോകും, അതിന് പുറകിന് കുറെ കാറുകൾ ഇങ്ങനെ അടുപ്പിച്ച് പോകുമല്ലോ എന്ന് പറഞ്ഞതൊക്കെ വണ്ടി വിടും. ഇത് അവര് പറയുന്നത് ഞങ്ങൾ ഇത് പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും അനുമതി കൊടുക്കുന്നത് അനുസരിച്ച് മാത്രമാണ് ഷിപ്പുകൾക്ക് പോകാൻ പറ്റും. അവിടെ യുദ്ധം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവർ തരുന്ന അനുമതി, ആ അനുമതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഷിപ്പുകൾ പോകുന്നത്. ഇന്നലെ ആ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മലയാളി പെൺകുട്ടി, ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടല്ല, ഷിപ്പിൽ വന്നിറങ്ങിയ മലയാളി പെൺകുട്ടി പറയും, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്താൻ പറ്റും. അവരുടെ ഈ ബൈറ്റൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയ ഞാനത് കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം വരുന്നു. ലോകത്തെ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ ഇതുകൊണ്ട് ട്രംപ് എന്ത് നേടുമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും നേടാൻ സാധ്യതയില്ല. കാരണം ഇവിടെ മറ്റൊരു കുരുക്കൂടുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആവശ്യമുള്ള ഒരു എണ്ണ റഷ്യയിൽ നിന്ന് മാത്രം കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതൊരു വലിയ വിഷയം തന്നെയായിട്ട് അവശേഷിക്കും.
അത് മാത്രവുമല്ല ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികൾക്കെതിരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇറാനെ തകർക്കുക എന്ന് പറയുന്ന അസാധ്യമായ ഒരു കാര്യമാണ്. തകർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യും. ഈ ഇസ്രായേൽ എത്രയോ നാളുകൊണ്ട് യുദ്ധം നടത്തുകയാണ് ഹമാസിനെ തീർക്കാൻ. ഇതുവരെ ഗാസയിൽ വെടിയും പുകയും തീർന്നിട്ടുണ്ടോ? 2023 ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് തുടങ്ങിയ പരിപാടിയാ. വർഷം 2026 കഴിഞ്ഞിട്ടുണ്ടോ? ഈ ലെബനനിലുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന ടീമുകൾ തീർന്നിട്ടുണ്ടോ? ഹൂത്തികൾ തീർന്നിട്ടുണ്ടോ? IS ഇറാഖിൽ തീർന്നിട്ടുണ്ടോ? ഇവരൊന്നും തീർന്നിട്ടില്ല. സിറിയയില് ഇവരൊന്നും തീർന്നിട്ടില്ല. അവിടെയാണ് ഇറാൻ കണക്ക് വലിയൊരു രാഷ്ട്രത്തിൽ കൂടെ അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരുടെ പ്രോക്സികൾ ഇനി മിഡിൽ ഈസ്റ്റിലടക്കം, മിഡിൽ ഈസ്റ്റ് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇനി ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ചാവേർ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണൽ എയർപോർട്ടുകൾ നോക്കി ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും നോക്കി ബോംബ് പൊട്ടുക, അപ്പോഴേക്ക് അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് സർവീസും കാര്യങ്ങളും നിർത്തുക, ആ രാജ്യത്തെ കൂടെ കുടിയിലാക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് ഇറാനെ മാറ്റിയെടുക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ട്രംപ് നിന്ന് എന്ത് നേടുന്നു എന്ന് ചോദിച്ചാൽ ട്രംപ് പറയുന്നത് നമുക്കിപ്പോ ഈ എണ്ണയുടെ മുഴുവൻ നമ്മളാണ് ഇനി ഏറ്റെടുക്കുന്നത് ലോകത്തിലെ. അപ്പം നമ്മൾ ഇതിൽ മൂലം നമ്മൾ ഇത്ര $1 ട്രില്യൺ ഇപ്പൊ ഉടനെ കിട്ടും, അച്ചിരി കഴിയുമ്പോൾ ബാക്കിയുള്ള ട്രില്യൺ കിട്ടും. ഈ ട്രില്യൺ മേടിച്ചിട്ട് ഉപയോഗിക്കാനുള്ള ആള് വേണ്ടേ? അവിടെ ഇവിടെ ആള് പൊട്ടി ചാവേർ പൊട്ടി ആള് തട്ടിപ്പോയി കഴിഞ്ഞാൽ എവിടെയിട്ടാണ് ഈ ട്രില്യൺ കിട്ടിയിട്ട് കാര്യം? ഇത് എങ്ങനെ ട്രില്യൺ കിട്ടുമെന്നാണ് ഈ പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു കാര്യം. ഇതിനകത്ത് ഇനി പതുക്കെ എനിക്ക് തോന്നുന്നത് ഇവർ കരയുദ്ധത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ട്രിപ്പോളി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വലിയ കപ്പൽ വരുന്നുണ്ട്. ആ കപ്പലൂടെ വരികയാണ് എങ്കിൽ അത് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് അതുവഴി ഒരു കരയുദ്ധത്തിന് അവർ കാരണം ഒരു ഭാഗത്തുനിന്ന് കരയുദ്ധം തുടങ്ങാൻ സാധ്യതയില്ല. ഇവർ ഈ പറയുന്ന കാക്കെ ഐലൻഡ് പിടിച്ചെടുക്കുക എന്നുള്ളത് കൊണ്ടാണെങ്കിൽ അവിടെ കൊണ്ട് തീരാം, പക്ഷെ അവിടെ തീരത്തില്ല. അത് ഇവർ കരയുദ്ധം വരികയാണെങ്കിൽ ഇവർക്ക് പല വഴിക്കും അകത്തോട്ട് കയറേണ്ടി വരും. അകത്തോട്ട് കയറിയാലും വിജയിക്കാൻ പോകുന്നില്ല അത്. പിന്നെ അകത്തുള്ള ഈ പ്രക്ഷോഭകാരികൾ ഇറങ്ങുന്നില്ല. അതാണ് ഇവരുടെ ടെൻഷൻ. ഇപ്പം ഈ പ്രക്ഷോഭകാരികൾക്ക് ബലം കൊടുക്കണമെങ്കിൽ കയറണം. അങ്ങനെയാണെങ്കിൽ അവര് പാകിസ്ഥാൻ ബോർഡറും കൊടുക്കും. ഏതായാലും ഈ തിരക്കിനിടയിൽ ആ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അടി എന്തായെന്ന് നോക്കാൻ പറ്റിയില്ല. അവര് തിരിച്ചടിച്ചിട്ടുണ്ടോ എന്തോ കാര്യമൊന്നും ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല. ഏതായാലും അതും ആ രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത്. വല്ലാത്തൊരു പക്ഷേ ബലൂചിസ്ഥാനിൽ വലിയ ആക്രമണം നടക്കുന്നുണ്ട്. ഇവര് തിരിച്ചടിച്ചില്ല, പക്ഷെ ഒരു തിരിച്ചടിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഒരു ഫത്വ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനെ തീർക്കുമെന്നുള്ള രീതിയിൽ ഒരു ഫത്വ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെയാണ് അതിന്റെ സ്റ്റോറി നിൽക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ബിജുചേട്ടൻ പറഞ്ഞതുപോലെ പാക് മന്ത്രിമാരുടെ കേസാണെങ്കിൽ അത് സത്യമായിട്ട് വരുന്നുണ്ട്. പാക് മന്ത്രിമാരോട് ഒളിവിൽ പോകാനായിട്ട് സൈന്യം പറഞ്ഞു എന്നൊരു സൂചന അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോ പണമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതാണ് നിലവിൽ നമ്മൾ പറഞ്ഞ് കേട്ടുകയാണ്. ചിലപ്പോ നമ്മുടെ വാർത്ത കേട്ടുകയാണ്. അവര് പറഞ്ഞാണ് അവന്മാര് പറയുന്നുണ്ട്. എന്തായാലും യുദ്ധം തീരട്ടെ എത്രയും പെട്ടെന്ന്, അത്ര മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു ബിജുചേട്ടൻ, താങ്ക് യു സോ മച്ച്.